തലക്കെട്ട്: അമ്മയുടെ നിലവിളക്ക്. കടലിനരികിലെ ഒരു ചെറിയ ഗ്രാമം. രാവിലെ സൂര്യൻ ഉയരുമ്പോൾ മീൻപിടുത്ത ബോട്ടുകൾ തീരത്തടുക്കും. ഉപ്പുമണവും കാറ്റിന്റെ തണുപ്പും ആ ഗ്രാമത്തിന്റെ ശ്വാസമായിരുന്നു. അവിടെ താമസിച്ചിരുന്നത് ദേവകിയമ്മ. ഭർത്താവ് ചെറുപ്പത്തിൽ മരിച്ചു. ഒറ്റ മകൻ രാഹുൽ. ദേവകി മീൻ വിൽപ്പന നടത്തി രാഹുലിനെ പഠിപ്പിച്ചു. മഴയായാലും വെയിലായാലും അവൾ കടൽത്തീരത്തുണ്ടാകും. രാഹുൽ പലപ്പോഴും പറയും, അമ്മേ, ഇനിയും കഷ്ടപ്പെടണ്ട. ദേവകി ചിരിക്കും. നീ വലിയ ആളാകുന്നത് കാണാനാണ് അമ്മയുടെ ആഗ്രഹം. രാഹുൽ പഠനത്തിൽ മിടുക്കനായി. നഗരത്തിലെ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഗ്രാമം വിട്ടുപോകേണ്ടി വന്നു. പോകുന്ന ദിവസം ദേവകി ഒരു പഴയ നിലവിളക്ക് അവന്റെ കയ്യിൽ കൊടുത്തു. ഇത് കത്തുമ്പോൾ അമ്മയെ ഓർക്കണം. നഗരജീവിതം രാഹുലിനെ മാറ്റി. തിരക്ക്, സൗഹൃദങ്ങൾ, സ്വപ്നങ്ങൾ. ഫോൺ കോളുകൾ കുറച്ചു. വീട്ടിലേക്ക് പോകുന്ന യാത്രകൾ വർഷത്തിലൊരിക്കലായി. ഗ്രാമത്തിൽ ദേവകി എല്ലാ സന്ധ്യയും നിലവിളക്ക് കത്തിക്കും. കടലിനെ നോക്കി പറയും, എന്റെ മോൻ സുഖമാണോ ദൈവമേ? ഒരിക്കൽ ശക്തമായ ചുഴലിക്കാറ്റ്. ഗ്രാമം മുഴുവൻ ഇരുണ്ടു. ഫോൺ ലൈൻ മുറിഞ്ഞു. നഗരത്തിൽ രാഹുലിന് വാർത്ത കണ്ടപ്പോൾ ഹൃദയം വിറച്ചു. അമ്മ! അവനെല്ലാം ഉപേക്ഷിച്ച് ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. വീട് തകർന്നിരുന്നു, മണ്ണും വെള്ളവും. പക്ഷെ ജനാലക്കൽ ഒരു ചെറിയ വെളിച്ചം, നിലവിളക്ക്. അകത്ത് ദേവകി വിളക്കിന് മുന്നിലിരിക്കുന്നു. അമ്മേ! രാഹുൽ ഓടിച്ചെന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. നീ വരുമെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. ഈ വിളക്ക് കെടുത്തിയില്ല. രാഹുലിന്റെ കണ്ണുനീർ വിളക്കിന്റെ വെളിച്ചത്തിൽ തിളങ്ങി. അന്നവൻ മനസ്സിലാക്കി, ലോകം മുഴുവൻ ഇരുണ്ടാലും അമ്മയുടെ സ്നേഹം ഒരു വിളക്കുപോലെ നമ്മളെ കാത്തിരിക്കും.